അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വെൽക്കം. അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോ ഇടാൻ പോകുന്നത് നമ്മുടെ നാട്ടിലേക്ക് പോകുന്നതിൻ്റെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എൻ്റെ നാടല്ല, എൻ്റെ ചേച്ചിയുടെ വീട്ടിലേക്കായിരുന്നു. അപ്പോൾ നേരെ നമ്മൾ വന്ന് മെട്രോയിലാണ് കയറിയത്. മെട്രോ വന്ന് കയറിയതും ഈ ലിഫ്റ്റ് കയറി കഴിഞ്ഞാൽ ഇതുപോലെ ഒറ്റയ്ക്ക് കിട്ടിയ അവസരം കിട്ടിയാൽ നമ്മളിതുപോലെ തന്നെ വീഡിയോ എടുക്കുക, അതാണ് നമ്മുടെ പരിപാടി. പിന്നെ നമ്മൾ നമ്മുടെ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടാണ്. അപ്പോൾ നമ്മൾ സൗത്തിൽ നിന്നാണ് നമ്മൾ ട്രെയിൻ കയറുന്നത്. സംഭവം ഇവിടേക്ക് എത്തിയത് ഓടിപ്പടഞ്ഞിട്ടാണ്, അതുകൊണ്ടാണ് എനിക്ക് പ്രോപ്പറായിട്ട് വീഡിയോ എടുക്കാൻ പറ്റാതിരുന്നത്. അങ്ങനെ വന്ന് കയറിയതും ഈ ട്രെയിനാണ് കിട്ടിയത്, ഓക്കെ എക്സ്പ്രസ്. ഈ ഓക്കയിലാണെങ്കിൽ ഒരു പ്രത്യേകത ഉണ്ട്. ഈ എറണാകുളം മുതൽ അങ്ങ് കാസർഗോഡ് വരെ അല്ലെങ്കിൽ ഗോവ വരെയുള്ള ആൾക്കാർ ഇതിലുണ്ടാവും. വമ്പൻ തിരക്ക്, കിടിലൻ തിരക്ക് പറഞ്ഞാൽ കിടിലൻ തിരക്ക്. ഇപ്പം നിങ്ങൾ ഈ കാണുന്ന തിരക്കുണ്ടല്ലോ, ഇത് ട്രെയിൻ എടുക്കുന്നതിന് മുമ്പുള്ള തിരക്കാണ് കേട്ടോ. ഇത് കഴിഞ്ഞപ്പോൾ നല്ല കിടിലൻ തിരക്കായിരുന്നു. പിന്നെ നമ്മൾ നേരെ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷൻ എത്തിയിട്ടാണ്. ഈ സമയത്ത് കഴിഞ്ഞപ്പോൾ ഏതോ ഒരു കുരുത്തം കെട്ടവൻ ട്രെയിൻ എടുക്കാൻ നേരത്ത് ട്രെയിനിൻ്റെ ചെയിൻ പിടിച്ച് വലിച്ച്. അപ്പോൾ അതേ ട്രെയിൻ അവിടെ സ്റ്റോപ്പാക്കി. പിന്നെ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിൻ്റെ ആൾക്കാരൊക്കെ വന്ന് ചെക്കിങ് ആയിരുന്നു മൊത്തം, ആരാണ് ചെയ്ത ആളുന്നത്. എന്തായാലും ഞങ്ങൾ ഈ ഒരു ബോഗിയുള്ള ഒരുത്തനാണ് ഈ പരിപാടി ചെയ്തിച്ചത്. പിന്നെ ഇത്രയും കാലത്തിൻ്റെ ഒരു ചോദ്യമായിരുന്നു, ഈ ചെയിൻ പിടിച്ച് വെച്ച് എന്താവും അവസ്ഥ എന്നുള്ളത്. അതിനുള്ള ഉത്തരം കറക്റ്റ് കിട്ടിയപ്പോൾ സംഭവം അവിടുത്തെ ഏതോ ഒരു ഗ്യാസ് പോലത്തെ എന്തൊക്കെയോ സാധനം പോകേണ്ടതാണ് സൗണ്ട്. അത് മാത്രമേ നമുക്ക് അറിയുള്ളൂ. കാരണം പുറത്തിറങ്ങി കഴിഞ്ഞാൽ എന്തായാലും നമ്മുടെ സീറ്റ് അല്ലെങ്കിൽ സീറ്റല്ല, നമ്മുടെ നിൽക്കുന്ന ഭാഗം എന്തായാലും മിസ്സായിപ്പോവും. ഇപ്പോൾ എങ്ങനെയോ തൊട്ടുമുട്ടായിട്ടാണ് നമ്മളവിടെ നിൽക്കുന്നത് ആ സീറ്റിൻ്റെ അടുത്ത്. അങ്ങനെ നമ്മൾ അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ ഇറങ്ങേണ്ട ലൊക്കേഷനായ തിരൂരെത്തിയിട്ടാണ്. തിരൂരെത്തി പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ കുറച്ച് ചുമ്മാ വീഡിയോ ഒക്കെ എടുത്ത് നേരെ റെയിൽവേ സ്റ്റേഷൻ്റെ മുമ്പിലേക്ക് നടന്നിട്ടു. അതിനിടയ്ക്കുള്ള കാഴ്ചയാണ് നിങ്ങൾ ഈ കാണുന്നത്. പല കമ്പാർട്ട്മെൻറ്റും ഉണ്ടല്ലോ, ടിക്കറ്റ് എടുത്ത് കയറേണ്ട കമ്പാർട്ട്മെൻറ്റിലൊക്കെ ജനറൽ ടിക്കറ്റ് എടുത്ത ആൾക്കാർ കയറിയത്, അവരിനെ ഓടിക്കുന്ന അവസ്ഥയാണ് നിങ്ങൾ ഈ കാണുന്നത്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ നേരെ പുറത്തിറങ്ങി. അപ്പോൾ നമ്മുടെ കസിൻ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനും കസിനും കൂടിയിട്ട് നേരെ വീട്ടിലേക്ക് പോന്നിട്ടു. പോകുന്ന വീഡിയോസാണ് നിങ്ങൾ കാണുന്നത്. ഇതിൽ മൊത്തം കട അടച്ചിട്ടൊക്കെയാണ്. സമയം എന്തായാലും 12 മണി ആ ടൈം ആയിരുന്നു. പിന്നെ സ്വാഭാവികമുള്ള അവസ്ഥയാണ് നിങ്ങൾ ഈ കാണുന്നത്. എന്നാലും ഞാൻ കുറേ പ്രതീക്ഷിച്ചു തിരിയുടെ അത്യാവശ്യം ആൾക്കാരുണ്ടാവും ഈ സമയത്ത്. അൺഫോർച്യൂനേറ്റ്ലി അവിടെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മുടെ ചേച്ചിയുടെ വീട്ടിലെത്തി. പിറ്റേ ദിവസത്തെ അവസ്ഥയാണ് നിങ്ങൾ ഈ കാണുന്നത്. രാവിലെ തന്നെ അല്ലിമോളുടെ ഓരോ കാര്യങ്ങൾക്ക് എഴുതാൻപ്പെടുത്തേക്ക് വന്നു. ചേച്ചിയാണെച്ചെങ്കിൽ എന്നും ഇല്ലാത്ത പതിവിലായിരുന്നു ചപ്പാത്തി ഉണ്ടാക്കുന്ന പരിപാടി. സംഭവം വേറൊന്നുമില്ല, അല്ലിമോളുടെ ബർത്ത്ഡേയുടെ പ്രോഗ്രാമാണെന്ന്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. അങ്ങനെ അല്ലിമോള് അവളുടെ ഡ്രസ്സ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് എൻ്റെ അടുത്ത് വന്നിരുന്നത്. ഡ്രസ്സ് ഇട്ട് തരണം പറഞ്ഞിട്ടുള്ള കോലാഹലമാണ് നിങ്ങൾ ഈ കാണുന്നത് കേട്ടോ. ഇപ്പഴുണ്ടാവും അങ്ങോട്ട്, നല്ല കുട്ടിയല്ലേ, ഇപ്പഴും പാടില്ല. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് തന്നപ്പോൾ നമ്മൾ അവൾക്ക് വേണ്ടി ഡ്രസ്സ് ഇടാൻ വേണ്ടി തയ്യാറായിട്ടാ. ഇതായിരുന്നു ഔട്ട്ഫിറ്റിൻ്റെ കോലം. സംഭവം വേറെ ഒന്നല്ല, ഈ ഡ്രസ്സ് രണ്ടാണ്. പിന്നെയാണ് എനിക്ക് മനസ്സിലായത്. പിന്നെ ഞങ്ങൾ രണ്ടാളും കൂടി ഇന്ന് ചായ കുടിക്കാൻ തുടങ്ങിയിട്ടാ. അവൾക്ക് പിന്നെ സ്പെഷ്യലായിട്ട് പാത്രം കിട്ടാ, അതിനാണ് അവൾ കഴിക്കുക. സോസും ചപ്പാത്തിയിരുന്നു അവളുടെ ഇഷ്ടപ്പെട്ട സാധനം. നമ്മൾ പിന്നെ ചപ്പാത്തിയും ചെറുപയറും അതൊക്കെ കഴിക്കൽ കഴിഞ്ഞപ്പോൾ നമ്മളിതിന് ഡെക്കറേഷൻ്റെ വർക്കിലേക്ക് ഇരുന്നു കേട്ടോ. ബലൂൺ കിട്ടലായിരുന്നു നമ്മുടെ പരിപാടി. ബലൂൺ വീർപ്പിക്കുന്നു, കിട്ടുന്നു, അങ്ങനെ ഒരു വലിയൊരു സംഭവം ഉണ്ടാക്കി. പിന്നെ നമ്മൾ നേരെ ഞാനും ചേച്ചിയും കൂട്ടിയിട്ട് നേരെ കേക്ക് മേടിക്കാൻ പോയി. കേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കേക്ക് തൊട്ടപ്പുറത്ത് എത്തിയായിരുന്നു. പിന്നെ കേക്ക് നമ്മൾ മേടിച്ചിട്ടോ. ഏകദേശം 3 കേക്കുകൾ ഉണ്ടായിരുന്നു നമ്മുടെ അടുത്ത്. പിന്നെ നമ്മളായിട്ട് കേക്കൊക്കെ എടുത്ത് നേരെ വീട്ടിലേക്ക് വന്നു. പിന്നെ അല്ലിമോളിനെ ഒരിക്കലായിരുന്നു പ്രോഗ്രാം. അത് കണ്ട നേരത്തെ ഡ്രസ്സിൽ നിന്ന് മാറിയിട്ട് വൈറ്റ് ഡ്രസ്സായിരുന്നു അവളുടെ ഡ്രസ്സ്. അങ്ങനെ നല്ല ഡ്രസ്സൊക്കെ ഇട്ട് ആൾ സുന്ദരിയായി. പിന്നെ അടുത്തത് അവരുടെ കേക്കൊക്കെ നമ്മളോട് എടുത്തു വെച്ചപ്പോണ്ട് കാര്യം ശ്രദ്ധിച്ചത്, കേക്കിൽ എൻ്റെ പേരും കസിൻ്റെ പേരും ഉണ്ടായിരുന്നു. സംഭവം വേറതല്ല, എൻ്റെയും ഏട്ടൻ്റെയും ബർത്ത്ഡേ ഒരേ മന്താണ് വരുന്നത്. സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ 3 ആളുടെ ബർത്ത്ഡേ ഒരേ മന്തിലാണ് വരുന്നത്. ഇത് അല്ലിമോളുടെയും എൻ്റെയും ബർത്ത്ഡേ സെയിം ഡേറ്റിനാണ്. കസിൻ്റെ ഈ ഒരു ജൂലൈ മാസത്തിൽ തന്നെയാണ്. പ്രോഗ്രാമിനായിട്ട് എല്ലാവരും വന്നായിരുന്നുണ്ട് അവിടെ. ഫ്രണ്ട്സ് ആയാലും അതുപോലെ റിലേറ്റീവ്സും എല്ലാവരും ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ വന്നായിരുന്നു. പിന്നെ നമ്മൾ അതൊക്കെ കഴിഞ്ഞിരുന്നത് കേക്ക് മുറിക്കാനുള്ള പരിപാടിയിലേക്ക് വരുന്നുണ്ടോ.
അങ്ങനെ കേക്ക് മുറിക്കൽ പ്രോഗ്രാമായി. ഇതായിരുന്നു കേക്ക് മുറിക്കലുണ്ടായിരുന്ന പരിപാടി. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ രണ്ടാളുടെയും കേക്ക് മുറിയായിരുന്നു. അതൊക്കെ കഴിഞ്ഞതേ നമ്മൾ പിന്നെ കേക്ക് പങ്കിടൽ പരിപാടിയായിരുന്നു. എല്ലാവരും ഓരോ കേക്ക് കഷ്ണമൊക്കെ എടുത്ത് കഴിച്ച് പിന്നെ ബാക്കിയുള്ള എല്ലാവർക്കും നമ്മൾ കേക്കൊക്കെ കൊടുത്ത് പിന്നെ നമ്മൾ നേരെ ഫുഡ് കഴിക്കാനിരുന്നു. അതിനിടയ്ക്ക് രണ്ടെണ്ണം പോയി ഇതൊക്കെ കുപ്പി എടുത്തുകൊണ്ടിരുന്നത്. ഇത് വീഡിയോയിലിട്ടിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നോട്, പക്ഷേ അൺഫോർച്യുനേറ്റ്ലി ഞാനത് ഇട്ടു, ക്ഷമിക്കണം. പിന്നെ ഇത് നമ്മൾ ഫുഡ് കഴിക്കാനിരുന്നു കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ നല്ല ചിക്കൻ ബിരിയാണി ആയിരുന്നു. അത് കഴിഞ്ഞപ്പോൾ അല്ലിമൾക്ക് കിട്ടിയ കുറച്ച് ഗിഫ്റ്റ് പൊട്ടിക്കലായിരുന്നു പരിപാടി. ഈ കാണുന്ന ചോക്ലേറ്റൊക്കെ അവൾക്ക് കിട്ടിയതായിരുന്നു. പിന്നെ ഇടയ്ക്ക് നമുക്കൊരു പുതിയൊരു ഐറ്റം കിട്ടിയായിരുന്നു. സംഭവം ഒരു ടെൻ്റായിരുന്നു, കുട്ടികൾക്കുള്ളൊരു ചെറിയ കുഞ്ഞു വീട്. അപ്പോൾ അതിൻ്റെ കൺസ്ട്രക്ഷൻ വർക്കിലായിരുന്നു ഞാനും എൻ്റെ ഏട്ടനും കൂടിയിട്ട്. സംഭവം കുറച്ച് പണിയാണ്, കാരണം ഓരോ ടൈപ്പ് അളവിലാണ് അതിൻ്റെ കോലൊക്കെ വരുന്നത്, പൈപ്പൊക്കെ വരുന്നത്. അങ്ങനെ പൈപ്പ് ഇതൊക്കെ ഫിറ്റാക്കി നമ്മളിത് ഈ ഒരു വീട് ഇത് ഇങ്ങനെ ആക്കിയെടുത്തു കേട്ടോ. നിങ്ങൾ അതിൻ്റെ ഫൈനൽ ലുക്ക് ഒന്ന് നോക്കി നോക്ക്. ഇതാണ് അവളുടെ വീട്. സംഭവം അവൾ രാവിലെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കളി വീട് വേണം, കളി വീട് വേണം. ഇപ്പോൾ അവൾ ഭയങ്കര ഹാപ്പി ആയത് കണ്ടു കഴിഞ്ഞപ്പോൾ. ഇതെന്താ ഇതെന്താ ഇതെന്താ? കേറിക്കോ കേറിക്കോ, വെണ്ണുള്ളി കയറി, ചെല്ലി ചെല്ലി, വെണ്ണുള്ളി കയറി. എന്നാ വാ, മാമൻ വരാ. പിന്നെ ഞാൻ അവളെ കൂട്ടിയിട്ട് നേരെ അതിൻ്റെ ഉള്ളിൽ കയറി. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ഇരുന്ന് കുറച്ച് നേരം സംഭവം കണ്ടപ്പോൾ ആൾ ഭയങ്കര ഹാപ്പി ആയിട്ടാ. ഇതിൻ്റെ ഉള്ളിൽ ഇവിടെ നോക്കി നോക്കി നീക്കി. എന്നാ കൊതുകാര പിന്നെ പരിപാടിയെല്ലാം കഴിഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ പിന്നെ വീടിൻ്റെ ഫ്രണ്ടിലത്തെ ഷീറ്റും കാര്യങ്ങളൊക്കെ അഴിച്ചിട്ട് എല്ലാം പഴയ പടിയിലേക്ക്. അതിനിടയ്ക്ക് അല്ലിമോളുടെ ഒക്കെ കുറേ കലാപരിപാടികളായിരുന്നു അവിടെ. സംഭവം വേറെന്നല്ല, ഞങ്ങൾ കുറച്ച് കസിൻസ് ഉണ്ട്. അപ്പോൾ അതിലത്തെ മൂത്ത കസിൻ എന്ന ഞങ്ങളുടെ ചേച്ചി വരുന്നു. അപ്പോൾ ഈ ചേച്ചിയുടെ ആദ്യത്തെ കുട്ടി എന്ന് വെച്ചാൽ ഞങ്ങളുടെ കസിൻസിൻ്റെ ഇടയിലത്തെ ആദ്യത്തെ പെൺകുട്ടി വരുന്നത് ഇവളാണ്. അതുകൊണ്ടാണ് എല്ലാവരും വെള്ളമിട്ട് ഇങ്ങനെ കളിപ്പിക്കുന്നത്. പ്രോഗ്രാം കഴിഞ്ഞപ്പോൾ പിന്നെ എല്ലാവരും അവരവരുടെ വീട്ടിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പായിട്ടാണ്. അങ്ങനെ ഞാനും എൻ്റെ ഏട്ടനും കൂടിയിട്ട് അവിടെ നേരെ തിരിച്ച് വീട്ടിലേക്ക്. അങ്ങനെ പോണ വഴിക്ക് തിരൂരിൽ നിന്ന് നേരെ വരുന്ന വഴിക്കുള്ള കുറച്ച് വീഡിയോസാണ് നിങ്ങളീ കാണുന്നത്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ നമ്മുടെ വീട്ടിലേക്ക് എത്തിയിട്ടാണ്. പിന്നെ ഞാനൊരു വീഡിയോ വ്ളോഗ് പോലെ എടുക്കാൻ ഉദ്ദേശിച്ചതാണ്. അൺഫോർച്യുനേറ്റ്ലി ഒന്നും നടന്നിട്ടില്ല. അതുകൊണ്ട് ഞാൻ അങ്ങനെ വോയിസ് ഓവർ ചെയ്തു. ഇതത്ര പെർഫെക്റ്റ് അല്ല, പക്ഷേ കുഴപ്പമില്ല. തൽക്കാലം ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ നിങ്ങളുടെ കമൻസും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യുക. സംഭവം നിങ്ങളുടെ പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും നോ ഇഷ്യൂ, നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. നമ്മൾ അടുത്ത പ്രാവശ്യം എന്തായാലും ഇമ്പ്രൂവ് ചെയ്യുന്നതായിരിക്കും.